ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ SSC CGL 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അനിൽ ബീന അവരുടെ ഫ്രണ്ട്സാണ്. അവരുടെ ഏജസ് തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അനിലിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ദിനേഷ് 3 times as old as അനിൽ. ഓക്കെ, അനിലിൻ്റെ ഫാദർ ദിനേഷ് അനിലിനെക്കാളും 3 ഇരട്ടി വയസ്സുണ്ട്. ബീന ഈസ് ട്വൈസ് as old as ചാരു, ഹിസ് സിസ്റ്റർ. Ages of Dinesh and Charu differ by 45. Beena is older than Anil. Then find the sum of present age of both Dinesh and Charu. ഓക്കെ, ഇത് ആദ്യം നമുക്ക് നോർമലി ഇങ്ങനെ ചെയ്യണത് നോക്കാം, എന്നിട്ട് നമുക്ക് ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അനിലിൻ്റെയും ബീനയുടെയും ഏജിൻ്റെ ഡിഫറൻസ് 5ആണ്. എന്നിട്ട് അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ബീന ഈസ് ഓൾഡർ ദാൻ അനിൽ. സോ ബി മൈനസ് എ എന്ന് പറയുന്നത് 5ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്ന് ബി എന്ന് പറയുന്നത് A+5 ആണെന്ന് പറയാം. ഓക്കെ, ഇതൊന്നാമത്തെ കാര്യം. ദെൻ ദിനേശിൻ്റെ വയസ്സ് ഞാൻ ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 3 times അനിലാണ്. ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈമിലും, അതായത് ഇപ്പോൾ ഇവിടെ ബീനയുണ്ട്, സുരേഷുണ്ട്, ബീനയുണ്ട്, ചാരുണ്ട്, ദിനേശുണ്ട്, എല്ലാത്തിനെയും ഞാൻ എയിലോട്ട് കോമൺ ആയിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ബി എന്ന് പറയുന്നത് A+5 ആണ്, ഡി എന്ന് പറയുന്നത് 3+A ആണ്. ഇനി ബീന ഈസ് ട്വൈസ് as old as her സിസ്റ്റർ ചാരു. അതായത് ബീന എന്ന് പറയുന്നത് ട്വൈസ് as old as ചാരു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് സി എന്ന് പറയുന്നത് B/2 എന്ന് എഴുതാം, D/2 എന്ന് എഴുതാം. ഡി എന്ന് പറയുന്നത് A+5 ആണ്, A+5/2 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡി മൈനസ് സി എന്ന് പറയുന്നത് 45ആണ്. ദ ഏജസ് ഓഫ് ദിനേഷ് ആൻഡ് ചാരു ഡിഫർ ബൈ 45. ഓക്കെ, ഡിക്ക് വരെ ഞാൻ 3A എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഡിക്ക് വരെ 3A എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സിക്ക് വരെ ഞാൻ A+5/2 എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഈക്വൽ ടു 45. മൊത്തം ഇക്വേഷനെ ഞാൻ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. സോ 6A മൈനസ് A+5 ഈക്വൽ ടു 90. So 6A minus A minus 5 equal to 90. So 5A എന്ന് പറയുമ്പോൾ 95 എന്ന് പറഞ്ഞു കിട്ടും, എന്റെ വാല്യൂ 19 എന്ന് പറഞ്ഞു കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? D+C ആണ് വേണ്ടത്, D+C. ഫൈൻഡ് ദ സം ഓഫ് പ്രസന്റ് ഏജ് ഓഫ് ബോത്ത് ദിനേശ് ആൻഡ് ചാരു. അപ്പോൾ ഡി എന്ന് പറയുന്നത് 3A ആണ്, ഡി എന്ന് പറയുന്നത് 3A ആണ്. 3A എന്ന് പറയുമ്പോൾ 19 × 3 57. സി എന്ന് പറയുമ്പോൾ A+5/2 ആണ്, A+5/2 19 + 5/2 12. ഇത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ 69 എന്ന് പറഞ്ഞിട്ട്. സോ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഈ പറയുന്ന 69 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ലോജിക്കലായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആദ്യം ഞാനിതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഞാൻ ലോജിക്കലായിട്ട് എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് D - C 45 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ D+C കണ്ടുപിടിക്കാം, അതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സിൻ്റെ 2 ഇരട്ടിയാണ് ഈ പറയുന്ന ബി. ഓക്കെ, അതുപോലെ തന്നെ ഡി എന്ന് പറയുന്ന 3A ആണ്. ഓക്കെ, ഇനിയിപ്പോൾ D - C തന്നിട്ടുണ്ട്, അത് ഒരു ഓഡ് നമ്പറാണ്. സോ D+C വരാൻ ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് നമ്പർ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പം നമ്മൾ ആദ്യം ചെയ്ത് നോക്കേണ്ട ഓപ്ഷൻ 69 91 ആണ്. കാരണം എന്താ? കാരണം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 91 എടുക്കണമെന്ന് വിചാരിക്കാം. 91 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 2D എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 2D എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ 78 100 എടുത്തു കഴിഞ്ഞാൽ അതൊരു സം എടുക്കുമ്പോൾ ഒരു ഓഡ് നമ്പർ കിട്ടും, പിന്നെ ബൈ 2 എടുക്കുമ്പോൾ പോയിന്റ് കിട്ടും. സോ ആദ്യം ചെയ്ത് നോക്കേണ്ട ഈ 2 ഓപ്ഷൻ ആയിരിക്കണം.
ഓക്കെ, അതായിരിക്കും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് വരും? ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വരാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്ന 68. ഓക്കെ, ആക്ച്വലി ഡി എന്ന് പറയുന്നത് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആകണം, അല്ലെങ്കിൽ 3a ആകണം. 3a ആകണം അല്ലേ? പക്ഷേ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് d/3 ആകണം. എ എന്ന് പറയുന്നത് d/3. ഇത് 68 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 3 വെച്ച് ഡിവിസിബിൾ ആകാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് കുറവാണ്. ഇനി ഞാൻ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്ന 69 ഇടാൻ പോകും. 69 ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോകും. 69 ഇട്ട് കഴിയുമ്പോൾ കൂട്ടിക്കഴിയുമ്പോൾ 114 കിട്ടും. അപ്പോൾ ഡീൻ്റെ വാല്യൂ 57. ഡീൻ്റെ വാല്യൂ 57. ദാറ്റ് മീൻസ് നമുക്ക് അതിൽ നിന്ന് എയിൻ്റെ വാല്യൂ 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയെന്ന് പറഞ്ഞു കിട്ടും? 19 എന്ന് പറഞ്ഞു കിട്ടും. എയിൻ്റെ വാല്യൂ 19 ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ബീൻ്റെ വാല്യൂ 24 എന്ന് പറഞ്ഞു കിട്ടും. ദെൻ ആക്ച്വലി ബീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ സി എന്ന് പറയുന്നത് b/2 ആണ്. സി എന്ന് പറയുന്നത് b/2 ആണ്. സോ ഇത് എനിക്ക് 2 വെച്ച് ഡിവിസിബിൾ ആകുന്ന ഒരു നമ്പർ കിട്ടണം പൊതുവെ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ എന്താണ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? 24 കിട്ടുന്നുണ്ട്. അപ്പോൾ സീൻ്റെ വാല്യൂ എത്ര വരും? 12 വരും. 12 വരും. സോ ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. സീൻ്റെ വാല്യൂ 12 വരും. അതായത് ഇവിടെ നമുക്ക് എന്താണ് കറക്റ്റായിട്ട് ഡിവിഷൻ പോസിബിൾ ആണ്. ഇങ്ങനെ ഡിവിഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇതാകാനാണ് നിങ്ങളുടെ ഓപ്ഷൻ മാക്സിമം ചാൻസ്. എന്നാലും നിങ്ങൾ ഇനിഷ്യലി നമ്മൾ ചെയ്ത രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.